അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ബിംബത്തിനെ നോക്കിയിട്ട് പറഞ്ഞു ഉഫില്ലായി. എന്താണ് നിങ്ങളും എന്തിനാണ് ആരാധിക്കുന്നത്? നിനക്ക് ഉപകാരം ചെയ്യാൻ കഴിയില്ല, ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത ഈ ഇതിനെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? ഇബ്രാഹിമിക്ക് എന്താ ചെയ്തത് വരെ ആ ബിംബങ്ങളെ കുറച്ചിടത്തിനെ അടിച്ചൊടച്ചു. എന്നിട്ട് വലിയ ബിംബത്തിന് കഴുത്തിൽ കോടാലി കൊളുത്തി. അപ്പൊ അവരൊന്ന് ആരെ ഇബ്രാഹിമെ നിനക്ക് ഇങ്ങനെ ചെയ്ത് അതിനോട് ചോദിച്ചു നോക്കി. ഇബ്രാഹിം അതൊന്നും മിണ്ടാൻ കഴിയില്ല എന്ന് എനിക്കറിഞ്ഞൂടെ. എന്തിനാ ആരാധിക്കുന്നത്? ഒന്നും മിണ്ടാൻ കഴിയാത്ത കേൾക്കുന്നുണ്ട്. ഇബ്രാഹിമിന് കുറച്ച് ഭക്ഷണം കൊണ്ടിട്ട് ബിംബത്തിന് മുമ്പിൽ തിന്നോളി, ഇങ്ങനെ ചോറെടുത്തിട്ട് ബിംബത്തിന് മുമ്പിൽ ഇങ്ങനെ ആയിരുന്നു. ഇബ്രാഹിം അത് തിന്നൂലെന്ന് നീ പറഞ്ഞ കേൾക്കൂലെന്ന് എനിക്കറിഞ്ഞു. കേൾക്കൂലേ? നിങ്ങൾ ഇങ്ങനെ പൂജിക്കുന്നുണ്ടപ്പം വിചാരിച്ച് ഇതൊക്കെ കേൾക്കുന്നതാണ്. എന്തൊരു ഈജത്തിലാണ് കളി. ഇതല്ലേ ലോകത്തിൽ വലിയ വലിയ ആൾക്കാരൊക്കെ അവസ്ഥ ഒന്ന് ആലോചിക്കും. അത് അന്തസ്സാണ്. ആർഷഭാരതത്തിന്റെ സംസ്കാരമാണ്, വലിയ അന്തസ്സാണ്. എന്താണ് ഇവിടുത്തെ അവസ്ഥ? ഇതിൻ്റെ ഒക്കെ ഇടയിൽ നിന്ന് നമ്മളെ അള്ളാഹു രക്ഷിച്ചിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുകയും അതിനെല്ലാറ്റിനെയും കൺട്രോൾ ചെയ്യുകയും അതിനെല്ലാറ്റിനെയും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂട്രിനോ മുതൽ സൂപ്പർ ക്ലസ്റ്റർ വരെ ഏറ്റവും ചെറുതും ഏറ്റവും വലുതുമായ പ്രപഞ്ചത്തിന്റെ സാധനം. നമ്മൾ പറയില്ല ഈച്ച മുതൽ ആന വരെ എന്ന് പറയുന്നത് പോലെ ജീവലോകത്തിലെ ഏറ്റവും ചെറുത് ഈച്ച അല്ല ശരിക്കും. ഏതാണ്? ഹൈഡ്ര എന്ന പേരുള്ള ഒരു അമീബല്ല, ഒരു ബാക്ടീരിയ ആണ് ഏറ്റവും ചെറിയ ജീവി. ഏറ്റവും വലുത് ജീവലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? ജീവലോകത്തിലെ ഏറ്റവും വലിയ ജീവി ആനയാണോ? അല്ല, ആന കരയിലെ ഏറ്റവും വലിയ ജീവി. പക്ഷെ ഏറ്റവും വലിയ ജീവികളുടെ കൂടുതൽ കരയിൽ കടലും കൂട്ടിയാൽ ഏതാ? തിമിംഗലം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. തിമിംഗല വർഗത്തിൽ തന്നെ പല വിഭാഗം. അതിൽ തന്നെ ഏറ്റവും വലിയ തിമിംഗല ബ്ലൂ വെയിൽ അല്ലേ? അതിനോട് നീല തിമിംഗലം. 32 ആനകളുടെ വെയിറ്റ് ഉണ്ടാവില്ല. 16,500 ലിറ്റർ വെള്ളം കുടിക്കാൻ കഴിയില്ല. 1000ന്റെ ടാങ്കുകൾ 16 പിന്നെ 500 ടാങ്ക്. എത്ര വലിയ 1000ന്റെ ടാങ്ക് എല്ലാം വലിപ്പുണ്ടാവില്ലേ? 2 ലെവൽ. അത്രയും വെള്ളം കിട്ടും, അത്രയും വലിയ ജീവികൾക്ക്. അപ്പൊ അതൊക്കെ നിയന്ത്രിക്കുന്ന, അതേപോലെ നമ്മൾ ഇന്ന് വരെ കണ്ടെത്തിയ കൂടുതൽ ഏറ്റവും ചെറിയ വസ്തു ഏതാണ്? ഏറ്റവും ചെറുത് ന്യൂട്രിനോ എന്ന് പറയുന്നത്. അത് കണ്ണോണ്ടോ മൈക്രോസ്കോപ്പിലൂടെ പോലും കാണില്ല. ഏറ്റവും വലുതാണ് ഏറ്റവും വലിയ വസ്തു അല്ലെങ്കിൽ കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ സംഗതി വസ്തുക്കൾക്ക് കൊടുക്കുക നക്ഷത്രമാണോ? നക്ഷത്രമാണ്. ഇപ്പൊ സൂര്യൻ എന്താ? ഭൂമിയുടെ 13 ലക്ഷത്തി വലിപ്പട്ടി ഒരു നക്ഷത്രം. ഇനി അത് മാത്രമല്ല, എന്നാലും ഒരു നക്ഷത്രം തിരുവാതിരയായാലും സൂര്യനേക്കാൾ വലുതാണ്. അതിന് ബെറ്റിൽ ജ്യൂസ് എന്നാണ്. അത് ആണോ? അല്ല, ഞാൻ പറഞ്ഞതല്ല. നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ എന്താ പറയാ? നക്ഷത്രങ്ങളും പിന്നെ അതുപോലെ പിന്നെ ഗാലക്സി അതാണോ? അല്ല, കാരണം ഗാലക്സികളുടെ കൂട്ടത്തിനും വേറെ പേരുണ്ട്. ഗാലക്സികൾ എന്ന കുറെ എണ്ണം കൂടിയാൽ അതിനും പേരുണ്ട്. ഗാലക്സിയുടെ വലിപ്പുന്നതിന്റെ അറിയാം. നമ്മുടെ ഗാലക്സിയുടെ നക്ഷത്രങ്ങളൊന്നായിട്ട് നാം ജീവിക്കുന്ന ഈ ഭൂമിയും ചന്ദ്രനും സൂര്യനും നമ്മളുടെ അടുത്തുള്ള നക്ഷത്രങ്ങളും ടെലിസ്കോപ്പിൽ നമ്മൾ കാണുന്ന നക്ഷത്രം കൂട്ടിയാൽ തന്നെ 15,000 കോടി നക്ഷത്രങ്ങളുണ്ട്. അതിന്റെ പേരെന്താ? നമ്മളുടെ ഗാലക്സിയുടെ പേര് മിൽക്കി വേ. നമ്മുടെ ഗാലക്സിയുടെ പേരെന്താ? മിൽക്കി വേ. മിൽക്കി വേ ഗാലക്സിയുടെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ലൈറ്റ് എത്താണ്. ലൈറ്റിന്റെ സ്പീഡ് ഒക്കെ അറിയാം. ലൈറ്റിന്റെ സ്പീഡ് എത്ര? ഒരു സെക്കൻഡിൽ ആരും പറയാം. ലൈറ്റിന്റെ സ്പീഡ് ഒരു സെക്കൻഡ് ടിക് 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 എന്ന് പറയുന്ന ഓരോ സെക്കൻഡിലും ലൈറ്റ് എത്ര കിലോമീറ്റർ വരെ പോകും? 3x10⁸ മീറ്റർ. റൗണ്ട് ചെയ്ത് പറയുമ്പോൾ 3 ലക്ഷം കിലോമീറ്റർ. 3 ലക്ഷം കിലോമീറ്റർ. 3 ലക്ഷം കിലോമീറ്റർ ആണ്. ഭൂമി ഒട്ടാകെ റൗണ്ട് ചെയ്യാൻ തന്നെ 40,000 കിലോമീറ്റർ മതി. 3 ലക്ഷം കിലോമീറ്റർ. അത്രയും ഇവിടുത്തെ ചന്ദ്രനിലേക്ക് 3.5 ലക്ഷം കിലോമീറ്റർ. അത്രയും ദൂരം വരെ പോകുന്ന പ്രകാശം തന്നെ 1 ലക്ഷം കൊല്ലം സഞ്ചരിച്ചെങ്കിലേ നമ്മുടെ ഗാലക്സിയുടെ മറ്റേ എത്തുള്ളൂ. അത്രയും വലിപ്പുള്ള ഒരു ഗാലക്സി. അങ്ങനത്തെ കുറേ ഗാലക്സി, നൂറുകണക്കിന് ഗാലക്സികൾ കൂടിയതിനാണ് എന്താ പറയാ? ക്ലസ്റ്റർ എന്ന് പറയുന്നത്. കുറെ ക്ലസ്റ്ററുകൾ കൂടിയാൽ അതിന്റെ പേരാണ് സൂപ്പർ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഇന്നേ വരെ കണ്ടെത്തിയ ശാസ്ത്രം കണ്ടെത്തിയ കൂടുതൽ ഏറ്റവും വലിയ വസ്തു സൂപ്പർ ക്ലസ്റ്ററാണ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ രണ്ടറ്റം പറയുമ്പോൾ സയന്റിഫിക് ആയിട്ടുള്ള ഒരാൾ പറയുമ്പോൾ ഏറ്റവും പറയേണ്ട ന്യൂട്രിനോ മുതൽ
സൂപ്പർ ക്ലസ്റ്റർ വരെ സയന്റിഫിക് ആയിട്ട് പറയുമ്പോൾ അതിന്റെ അപ്പുറത്ത് വലുതുണ്ട്, ആകാശങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സയൻസ് കണ്ടെത്തിയില്ല. ന്യൂട്രിനോ മുതൽ സൂപ്പർ ക്ലസ്റ്ററുകൾ വരെ എന്ന് പറയാം. സൂപ്പർ ക്ലസ്റ്റർ ഏറ്റവും വലിയ കണ്ടെത്തിയ കൂട്ടത്തിലെ ഏറ്റവും വലിയ വസ്തു സൂപ്പർ ക്ലസ്റ്റർ. നമ്മുടെ വിർഗോ ക്ലസ്റ്റർ അറ്റത്തിന് മറ്റേ ലൈറ്റ് എത്തണമെങ്കിൽ 35 കോടി കൊല്ലം എടുക്കും. 35 കോടി കൊല്ലം ലൈറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഒരു അറ്റത്ത്, ഗാലക്സിയുടെ ഒരു അറ്റത്തിന് മറ്റേ അത്ര ദൂരം വിർഗോ ക്ലസ്റ്റർ. പിന്നെ അത് കൂടാതെ ഇനി അങ്ങനെ കുറെ ക്ലസ്റ്ററുകൾ ചേർന്നാൽ അതിനാണ് എന്ത് പറയാ, സൂപ്പർ ക്ലസ്റ്റർ എന്ന് പറയാം. അതാണ് ഇവിടെ സൂപ്പർ ക്ലസ്റ്റർ. നമ്മുടെ സൂപ്പർ ക്ലസ്റ്ററിന്റെ പേരെന്താണ്? നോളേജ് മാത്രമല്ല, ഇതിൽ നിന്ന് കിട്ടുന്ന ഗുണം എന്താണ്? ഇതിനൊക്കെ നിയന്ത്രിക്കുന്നവനാണ് ആര്? അല്ലാഹു. ആ റബ്ബിനാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. നമുക്ക് അന്തസ്സല്ലേ ലാനിയാക്കിയ സൂപ്പർ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ സൂപ്പർ ക്ലസ്റ്ററുകൾ ലക്ഷക്കണക്കിന്. നമ്മൾ പ്രപഞ്ചത്തിന്റെ പുറത്തുനിന്ന് ഒരു ലെറ്റർ ഇങ്ങോട്ട് വരികയാണ്. പ്രപഞ്ചത്തിന്റെ പുറത്തുനിന്ന് ഒരു ലെറ്റർ വരികയാണ്. ഇപ്പൊ ഇന്ത്യക്ക് പുറത്തുനിന്ന് ലെറ്റർ വരികയാണെങ്കിൽ ആ ലെറ്ററിന്റെ അഡ്രസ് എന്തുണ്ടാവണം? കേരള എന്ന് മാത്രം പോരാ, വീടും തിരൂരങ്ങാടി, എന്നിട്ട് കേരള, മലപ്പുറം ഡിസ്ട്രിക്ട് കേരള എന്ന് പോരാ. സൗദി എന്നൊക്കെ അയക്കുമ്പോൾ എന്ത് വേണം? കേരള എന്ന് മാത്രം പോരാ, എന്ത് വേണം? ഇന്ത്യ എന്ന് പറയുന്നത് അല്ല, ഇന്ത്യക്ക് എത്തണ്ടേ? അതേപോലെ പ്രപഞ്ചത്തിന് പുറത്തുനിന്ന് ഒരു ലെറ്റർ വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ വേണം? ഫസ്റ്റിൽ നമ്മുടെ പേര്, പിന്നെ നമ്മൾ പഠിക്കുന്ന സ്കൂളിന്റെ പേര്, പിന്നെ സ്കൂളിലേക്കാണ് വരുന്നേക്കാം. എന്നാൽ സ്കൂളിന്റെ പേര് ക്ലാസ് വേണം. സ്കൂളിലേക്ക് വന്നാൽ തന്നെ ഇപ്പോൾ ആയിഷ MP എന്നാണ് പേര്. ആയിഷ MP എന്നാണ് ആ സ്കൂളിന്റെ പേര് എഴുതിയാൽ പോലെ. കാരണം ആ സ്കൂളിൽ തന്നെ കുറെ ആയിഷകൾ ഉണ്ടാവും. അപ്പോൾ ക്ലാസിന്റെ പേര്, നെയിം, ക്ലാസ്, സ്കൂൾ പേര്, പിന്നെ എന്ത് വേണം? PO വേണ്ടേ? തിരുവനങ്ങാടി ആണെങ്കിൽ തിരുവനങ്ങാടി, വേറൊരു സ്ഥലത്താണെങ്കിൽ കോട്ടക്കലാണെങ്കിൽ കോട്ടയം, അത് വേണം. പിന്നെ എന്ത് വേണം? അത് കഴിഞ്ഞാൽ ഏത് ജില്ല വേണ്ടേ? മലപ്പുറം ഡിസ്ട്രിക്ട് വേണ്ടേ? മലപ്പുറം ഡിസ്ട്രിക്ട്. അത് കഴിഞ്ഞാലോ പിന്നെന്താ വേണ്ടത്? സ്റ്റേറ്റ്. എന്ത് വേണം? കേരള സ്റ്റേറ്റ്. ശ്രദ്ധിക്കാം, കേരള സ്റ്റേറ്റ് വേണം അല്ലേ? കേരള. പിന്നെ നെക്സ്റ്റ് ഇന്ത്യ അല്ലേ? ഇന്ത്യ. അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ല, കോണ്ടിനെന്റ് ഭയങ്കര ഏതാ? ഏഷ്യ. പിന്നെ അത് കഴിഞ്ഞാൽ വേൾഡ്, ലോകം. ഇനി ലോകം കഴിഞ്ഞാലോ ലോകം തന്നെ. പിന്നെന്ത് വേണം? ലോകം എന്തിൽപ്പെട്ടതാണ്? ലോകം എന്ന് പറഞ്ഞാൽ വേൾഡ് ഇതല്ലേ? എർത്ത്. അത് എന്തിൽപ്പെടും? എന്തിലും കറക്റ്റ്. സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റം, സൗരയൂഥം. സൗരയൂഥം, അതായത് സോളാർ സിസ്റ്റം. മലയാളത്തിൽ എഴുതാൻ പറ്റില്ല, കാരണം എന്താ ഇത് ഏറ്റവും ചുരുക്കി നമുക്ക് എഴുതാനുള്ള ഇംഗ്ലീഷാണ്. കാരണം പ്രപഞ്ചത്തിന് പുറത്ത് ലെറ്ററാണ്, സങ്കല്പിക്കാം. സോളാർ സിസ്റ്റം മാത്രം കഴിഞ്ഞാൽ മതിയോ? ഗാലക്സിന്റെ ഇതൊക്കെ പുറത്ത് വരുന്നതാണ്. സോളാർ സിസ്റ്റം എവിടെയാണ് കണ്ടെത്തണ്ടേ? അതെവിടെ? സോളാർ സിസ്റ്റം കഴിഞ്ഞാൽ ഗാലക്സി. എന്തായാലും പേര്? ഏത് ഗാലക്സി? മിൽക്കി വേ ഗാലക്സി. മിൽക്കി വേ ഗാലക്സി. ഇനി മിൽക്കി വേ ഗാലക്സി എന്തിൽപ്പെട്ട? അതിന് പുറമെ ഇനി എഴുതണം. എന്ത് വേണം? വിർഗോ. എന്ത്? വിർഗോ ക്ലസ്റ്റർ അല്ലേ? വിർഗോ ക്ലസ്റ്റർ. അത് മാത്രം പോരാ. വിർഗോ ക്ലസ്റ്റർ ഏത് സൂപ്പർ ക്ലസ്റ്ററാന്ന് എഴുതണ്ടേ? ലാനിയാക്കിയ സൂപ്പർ ക്ലസ്റ്റർ എന്ന് എഴുതണ്ടേ? പിന്നെ അത് കഴിഞ്ഞിട്ടോ യൂണിവേഴ്സ്, പ്രപഞ്ചം. ഇതിപ്പോ നമ്മൾ ശാസ്ത്രം കണ്ടെത്തി. മറ്റത് പ്രകാരമാണെങ്കിൽ പിതാവിന്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന 20 മുതൽ 40 ലക്ഷം വരെ ബീജഗണങ്ങൾ മാതാവിന്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കുന്ന അണ്ഡവുമായി കൂടിച്ചേർന്ന് അണ്ഡവാഹിനിക്കുഴലിലെ ഇന്ദ്രിയബിന്ദുവായി മനുഷ്യനവന്റെ ജീവിതത്തിന്റെ യാത്രാരംഭമാവുകയാണ്. ബദാം പരിപ്പിന്റെ വലിപ്പമുള്ള അണ്ഡാശയത്തിൽ നിന്ന് വരുന്ന ഈ കുഞ്ഞു വസ്തു പിതാവിന്റെ ബീജവുമായി ചേരുന്നിടത്തു നിന്ന് ഒരു അത്ഭുത സൃഷ്ടിയുടെ ആരംഭമുണ്ടാവുകയാണ്. 96,560 കിലോമീറ്റർ നീളമുള്ള രക്തക്കുഴലുകളും 1 മിനിറ്റിൽ 1 ലക്ഷം
തവണ മിടിക്കുന്ന ഹൃദയവുമുള്ള മനുഷ്യൻ. നിർമ്മിക്കപ്പെട്ടത് 1 മില്ലിമീറ്ററിന്റെ 1000-ൽ ഒരംശം മാത്രം വലുപ്പമുള്ള കോശമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വസ്തു. അത്തരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോശങ്ങളിൽ നിന്നാണ് 5 ട്രില്യൺ മുതൽ 200 ട്രില്യൺ വരെ കോശങ്ങൾ ഒരൊറ്റ മനുഷ്യന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഒരു കോശത്തിൽ 63 ക്രോമസോമുകളുണ്ടെന്ന ശാസ്ത്ര പഠനങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണും കാതും കിഡ്നിയും ഈസോഫാഗസും ഓജി ജംഗ്ഷനും ഹൃദയവും പാൻക്രിയാസുമെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒറ്റ ശ്വാസത്തിൽ ഒരുമിച്ചൊരായിരം തവണ ആവർത്തിച്ചു പറയാവുന്ന 1000 അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ആ രക്ഷിതാവിനെ ഓർത്തുകൊണ്ടായിരിക്കണം ഓരോ നമസ്കാരത്തിന്റെയും ശേഷം അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നൊക്കെ ഒരു വിശ്വാസി ഉച്ചരിക്കുന്നത്. അവിടെ നമ്മുടെ പ്രാർത്ഥനകൾക്കും മന്ത്രങ്ങൾക്കും പ്രകീർത്തനങ്ങൾക്കുമൊക്കെ അർത്ഥം വരികയാണ്. അവിടെ നമ്മുടെ ഉള്ളിലെ മനസ്സിന്റെ ഉള്ളിലെ അശ്രദ്ധകൾ മായുകയാണ്. നമ്മളെന്നൊരു പുതിയ മനുഷ്യൻ ജീവിതത്തിന്റെ ആത്മീയ യാത്രയിൽ പുതിയ കരുത്തോടെ പ്രയാണം തുടരുകയാണ്.